നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ സംസ്ഥാന നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി. നവകേരള സൃഷ്ടിക്ക് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വ്യക്തമാക്കി. ഉയർന്ന നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, അറിവ് അടിസ്ഥാനമാക്കിയ സമ്പദ് വ്യവസ്ഥ, നിലവാരമുള്ള വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം എന്നിവയിലൂന്നിക്കൊണ്ടായിരിക്കും ഇതെന്നും എല്ലാവർക്കും പാർപ്പിടം ഉറപ്പാക്കുമെന്നും അതിദാരിദ്ര്യം ഇല്ലാതാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രായമായ മാതാപിതാക്കളെ ഉപേക്ഷിച്ചു പോകുക, അവരെ ശാരീരികമായോ മാനസികമായോ ഉപദ്രവിക്കുക തുടങ്ങിയ പ്രവൃത്തികൾ ചെയ്യുന്നവരോട് ഒരു ദാക്ഷിണ്യവും കാട്ടേണ്ടതില്ല എന്നത് സർക്കാരിൻ്റെ നിലപാടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മുതിർന്ന പൗരന്മാരോടുള്ള ക്രൂരതയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം നഗരസഭ സംഘടിപ്പിച്ച മധുരം ജീവിതം സിഗ്നേച്ചർ ഫെസ്റ്റിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിച്ച പ്രകടന പത്രികയിൽ മദ്യനയം സംബന്ധിച്ച് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം നിരന്തരം ലംഘിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മുൻ KPCC അധ്യക്ഷൻ VM സുധീരൻ കുറ്റപ്പെടുത്തി. കഞ്ചിക്കോട് ബ്രൂവറി ലൈസൻസ് നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനം ജനവഞ്ചനയാണെന്നും അനുമതി പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. പാറശാല ഷാരോൺ വധക്കേസിൽ 1-ാം പ്രതി ഗ്രീഷ്മയും 3-ാം പ്രതി അമ്മാവൻ നിർമ്മലകുമാറും കുറ്റക്കാരാണെന്ന് കോടതി വിധി. 2-ാം പ്രതി അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടു. കൊലപാതകം, വിഷം നൽകൽ, തെളിവ് നശിപ്പിക്കൽ അടക്കം കുറ്റങ്ങൾ തെളിഞ്ഞു. 3-ാം പ്രതി അമ്മാവൻ തെളിവ് നശിപ്പിച്ചെന്ന് കോടതി കണ്ടെത്തി. തെളിവുകളുടെ അഭാവത്തിലാണ് അമ്മയെ വെറുതെ വിട്ട്. ശിക്ഷാവിധി നാളെ ഉണ്ടാകും. പാറശാല ഷാരോൺ വധക്കേസ് 2-ാം പ്രതി അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടതിനെതിരെ അപ്പീൽ നൽകുമെന്ന് ഷാരോണിൻ്റെ അമ്മ പ്രിയയും അച്ഛൻ ജയരാജും പ്രതികരിച്ചു. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നും അമ്മ പറഞ്ഞു. ഗ്രീഷ്മയുടെ അമ്മയും കുറ്റക്കാരിയല്ലേ എന്നും പിന്നെന്തിനാണ് അവരെ വെറുതെ വിട്ടതെന്നും ഷാരോണിൻ്റെ അമ്മ പ്രിയ ചോദിച്ചു. കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടിയുടെ ഉദ്ഘാടന വേദിയിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസ് MLAയെ കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രിയിലെത്തി. മന്ത്രി KN ബാലഗോപാൽ, CPM ജില്ലാ സെക്രട്ടറി CN മോഹനൻ അടക്കമുള്ള നേതാക്കൾക്കൊപ്പമാണ് മുഖ്യമന്ത്രി കൊച്ചിയിലെ ആശുപത്രിയിൽ എത്തിയത്. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ നിലവിലുള്ള കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 18,000 രൂപ എന്നത് 40,000 രൂപ കടന്നേക്കുമെന്ന് റിപ്പോർട്ടുകൾ. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നതിന് മുന്നോടിയായി 8-ാം ശമ്പള കമ്മീഷൻ രൂപവൽക്കരിക്കാൻ തീരുമാനമായതിൻ്റെ പശ്ചാത്തലത്തിലാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഇതിന് അംഗീകാരം നൽകിയത്. ശമ്പളവും പെൻഷനും നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഗുണിതമായ 50 ഫാക്ടർ 2.57, 2.86 വരെ ആകാം. ഇത് 2.86 ആക്കി നിശ്ചയിച്ചാൽ ഇപ്പോഴത്തെ 18,000 രൂപ എന്ന കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 51,480 രൂപയായി ഉയരാനും സാധ്യതയുണ്ട്. റഷ്യൻ പട്ടാളത്തിൽ ചേർന്ന 12 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. നിലവിൽ തിരിച്ചെത്താനുള്ള 18 ഇന്ത്യക്കാരിൽ 16 പേരെ കാണാനില്ലെന്ന് റഷ്യ അറിയിച്ചതായും വിദേശകാര്യ വക്താവ് പറഞ്ഞു. യുദ്ധമുഖത്ത് കൊല്ലപ്പെട്ട തൃശൂർ സ്വദേശി ബിനിൽ ബാബുവിൻ്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. പാലക്കാട് കഞ്ചിക്കോട്ട് ബ്രൂവറി അനുവദിച്ചതിനെതിരെയുള്ള പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് മന്ത്രി MB രാജേഷ്. ബ്രൂവറി അനുമതിക്കായി ടെൻഡർ വിളിക്കേണ്ട കാര്യമില്ലെന്നും കേന്ദ്ര സർക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കമ്പനിക്കാണ് അനുമതി നൽകിയതെന്നും നിയമാനുസൃതം പരിശോധിച്ചാണ് അനുമതി നൽകിയതെന്നും MB രാജേഷ് വ്യക്തമാക്കി. മദ്യനിർമ്മാണശാലകൾക്ക് അനുമതി നൽകുമെന്ന് മദ്യനയത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നും എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് കൂട്ടിച്ചേർത്തു. സ്കൂൾ കലോത്സവ റിപ്പോർട്ടിംഗുമായി ബന്ധപ്പെട്ട പോക്സോ കേസിൽ മുൻകൂർ ജാമ്യം തേടി പ്രതികൾ കോടതിയെ സമീപിച്ചു. കലോത്സവ റിപ്പോർട്ടിംഗിനിടെയുണ്ടായ ദ്വയാർത്ഥ പ്രയോഗവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടർ ചാനലിനെതിരായ പോക്സോ കേസിൽ കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാർ, റിപ്പോർട്ടർ ഷഹബാസ് എന്നിവരെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ചാനലിനെതിരായ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. ചെന്തമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരുടെ കൊലപാതകത്തിൽ നടുങ്ങി നാട്. അയൽവാസിയായ ഋതു ഇരുമ്പുവടി കൊണ്ട് അടിച്ചുകൊന്ന 3 പേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണ് ഋതുവെന്നും നിരീക്ഷണത്തിലായിരുന്നുവെന്നും പോലീസ് അറിയിച്ചു.
തൃശൂർ കോർപ്പറേഷന്റെ സ്വപ്ന പദ്ധതിയായ MG റോഡ് വികസനം യാഥാർത്ഥ്യമാകുന്നു. സ്വരാജ് റൗണ്ടിലേക്കുള്ള പ്രധാന പാതയായ MG റോഡിലെ ഗതാഗതക്കുരുക്ക് നഗരത്തെ ആകെ തന്നെ ബാധിക്കുന്ന വിഷയത്തിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ശങ്കരയ്യർ റോഡ് ജംഗ്ഷനിലുള്ള മലബാർ ഗോൾഡ് ഉടമകൾ വികസനത്തിനായി തങ്ങളുടെ സ്ഥാപനത്തിന്റെ മുന്നിലുള്ള 1/2 സെന്റിലേറെ ഭൂമി സൗജന്യമായി കോർപ്പറേഷന് വിട്ടു നൽകി. തുടർന്ന് മറ്റു ഭൂ ഉടമകളും ഇത്തരത്തിൽ സൗജന്യമായി വിട്ടു നൽകാൻ തയ്യാറായിട്ടുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന കേസ് വീണ്ടും പരിഗണിക്കാനായി മാർച്ച് 24 മാറ്റി. കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇന്ന് കേസ് പരിഗണിച്ചത്. സുരേഷ് ഗോപി കോടതിയിൽ ഹാജരായില്ല. കേസിലെ ജാമ്യ നടപടികൾ പൂർത്തീകരിക്കുന്നതിനായി കഴിഞ്ഞ ഒക്ടോബർ 16 സുരേഷ് ഗോപി നേരിട്ട് കോടതിയിൽ ഹാജരായിരുന്നു. ഒല്ലൂർ സ്റ്റേഷനിലും പുതുക്കാട് സ്റ്റേഷനിലും റെയിൽവേ ട്രാക്ക് നവീകരണം നടക്കുന്നതിനാൽ ജനുവരി 19 രാവിലെ 3:30-നും 7:30-നും ഇടയിൽ ട്രെയിൻ ഗതാഗതം നിയന്ത്രണം. ചില ട്രെയിനുകൾ ഭാഗികമായും മറ്റ് ട്രെയിനുകൾ പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ട്. ചില ട്രെയിനുകൾക്ക് നിയന്ത്രണവും ഉണ്ടാകും. കുറുവ സംഘത്തിലെ 2 പേർ ആലപ്പുഴ മണ്ണാഞ്ചേരി പോലീസിന്റെ പിടിയിൽ. തമിഴ്നാട് പോലീസിന്റെ പിടികിട്ടാപ്പുള്ളികളായ കറുപ്പയ്യയും നാഗരാജവുമാണ് പിടിയിലായിരിക്കുന്നത്. ഇവരെ ഇടുക്കി രാജകുമാരിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതേസമയം കസ്റ്റഡിയിലെടുത്തവർക്ക് നിലവിൽ കേരളത്തിൽ കേസുകൾ ഇല്ലെന്നാണ് പോലീസ് പറയുന്നത്. കോട്ടയം പാലായിൽ 9ാം ക്ലാസ്സുകാരനെ സഹപാഠികൾ ചേർന്ന് മർദ്ദിച്ച ശേഷം നഗ്ന ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ച സംഭവത്തിൽ കുട്ടിയുടെ അച്ഛൻ്റെ പരാതിയിൽ പാലാ പോലീസ് അന്വേഷണം തുടങ്ങി. സംഭവത്തിൽ മന്ത്രി വീണ ജോർജ് വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടറോട് റിപ്പോർട്ട് തേടി. ഈ മാസം 10-ാം തീയതിയാണ് പാലാ സെന്റ് തോമസ് സ്കൂളിലെ സ്കൂൾ വിദ്യാർത്ഥികൾ ചേർന്ന് സഹപാഠിയായ വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. ചേന്ദമംഗലം കൂട്ടക്കൊലയിലെ പ്രതി ഋതുവിന് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് പോലീസ്. ചോദ്യം ചെയ്യലുമായി പ്രതി സഹകരിക്കുന്നുണ്ടെന്ന് മുനമ്പം ഡിവൈഎസ്പി S ജയകൃഷ്ണൻ പറഞ്ഞു. മറ്റൊരു കേസിൽ പ്രതി റിമാൻഡിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ പ്രതി ലഹരി ഉപയോഗിച്ചിരുന്നില്ല. മാനസിക പ്രശ്നമുണ്ടെന്ന കാര്യം ചികിത്സ തേടുന്നതെന്നതും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ലെന്നും ഡിവൈഎസ്പി പറഞ്ഞു. എറണാകുളം ചേന്ദമംഗലം കൂട്ടക്കൊല കേസ് പ്രതി ഋതുജയന് നേരെ കയ്യേറ്റ ശ്രമം. പറവൂർ കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും പ്രതിക്ക് നേരെ കയ്യേറ്റ ശ്രമമുണ്ടായത്. നോർത്ത് പറവൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. നടി ഹണി റോസിനെതിരെ നടത്തിയ പരാമർശങ്ങളിൽ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്ത് സംസ്ഥാന യുവജന കമ്മീഷൻ. ടെലിവിഷൻ ചാനൽ ചർച്ചകളിൽ രാഹുൽ നിരന്തരമായി സ്ത്രീത്വത്തെ അവഹേളിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ദിശ എന്ന സംഘടന യുവജന കമ്മീഷന് പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ പോലീസിനോട് റിപ്പോർട്ട് തേടിയതായി കമ്മീഷൻ അധ്യക്ഷൻ M ഷാജർ പറഞ്ഞു. സമാധി വിവാദത്തെ തുടർന്ന് നെയ്യാറ്റിൻകരയിലെ കല്ലറ തുറന്ന് പുറത്തെടുത്ത ഗോപന്റെ മൃതദേഹം സംസ്കരിച്ചു. പൊളിച്ച കല്ലറയ്ക്ക് പകരം പുതിയ കല്ലറ തീർത്തായിരുന്നു ചടങ്ങുകൾ. സന്യാസിമാരുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചടങ്ങിൽ ഗോപന്റെ 2 മക്കളും പങ്കെടുത്തു. നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പദയാത്രയായാണ് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.